Hello friends, welcome back to my channel. അപ്പോൾ കുറേ കാലം ഞാൻ വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ കാരണം കുറേ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്ന് ഇവിടെ ഞാൻ പുതിയ വ്ളോഗായിട്ട് വന്നിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഇതൊരു മറ്റൊരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ. ഒപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇറ്റ്സ് GW വ്ളോഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം ഒരു കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്യാണ്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണ്. അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ്. അധികം ചേർക്കേണ്ട, കാരണം നമുക്ക് റെഡ് വെൽവെറ്റിന് കളർ കിട്ടില്ല. അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ, അതേ ടീസ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് നമുക്കത് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ശേഷം ഈ മിക്സ് നമ്മൾ 3 പ്രാവശ്യം ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സാധാ വീട്ടിലുള്ള അരിപ്പ യൂസ് ചെയ്തിട്ടും ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. ഞാനൊരു ഫിൽറ്ററിങ് കപ്പ് വാങ്ങിയതാണ്. സോ ഫസ്റ്റ് ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഫിൽറ്ററിങ് ആണ് ചെയ്തതിപ്പോൾ. അപ്പോഴേക്കും നമുക്ക് ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമ്മുടെ മിക്സ് കിട്ടും. അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടി ഫിൽറ്റർ ചെയ്താൽ അത് മിക്സ് റെഡിയാവും. ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. ഫിൽറ്ററിങ് കഴിഞ്ഞ് നമ്മൾ മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഒരു മിക്സ് എന്ന് പറയുന്നത് പാലിൽ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് 10 മിനിറ്റ് അത് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അങ്ങനെ നമുക്ക് ബട്ടർ മിൽക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഓയിലാണ് വേണ്ടത്. 1/2 കപ്പ് ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഒരേ ഇതിൽ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് മിക്സ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇതേപോലെ മൈദപ്പൊടിയുടെ അതേ അളവിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബട്ടർ മിൽക്കും അതുപോലെ തന്നെ എണ്ണ നമ്മൾ മെഷർമെൻറ്റ്സ് പറഞ്ഞ പോലെ തന്നെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാവുന്നതാണ്. എഗ്ഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എഗ്ലെസ് കേക്കാണ്. സോ പാലും എണ്ണയും കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് ആഡ് ചെയ്തു മിക്സ് ചെയ്യാം. നമ്മൾ മിക്സിലേക്ക് ഇനി നമ്മൾ ഓയിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ കളർ നമുക്ക് ജെൽ കളർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെൽ കളറാണെങ്കിൽ നല്ല കളർ കിട്ടും. കുറച്ച് യൂസ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ലിക്വിഡ് കളറായതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് കളർ ആഡ് ചെയ്യുന്നത് കളർ അത്ര നല്ലതല്ല. സോ അതിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കളർ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓയിൽ മിക്സ് ആകാൻ അത്യാവശ്യം ടൈം എടുക്കും. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമേ ഉള്ളൂ ബാക്കി പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുകയാണ്. ആവശ്യത്തിന് മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കളർ യൂസ് ചെയ്യാണ്. ലിക്വിഡ് കളറാണ്. സോ ആവശ്യത്തിന് മതി. കളർ നമുക്ക് വേണ്ടത്ര നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എത്രയാണോ കളറാവേണ്ടത് അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതിയാവും. ഗ്രീൻ കളറാണെങ്കിൽ പെട്ടെന്ന് കളർ കിട്ടുന്നത് നമുക്ക് വളരെ കുറച്ച്
അത്യാവശ്യം കളർ മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ 2 ടീസ്പൂൺ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത്യാവശ്യം കളർ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ അവസാനം നമ്മളൊരു സ്പൂൺ കൂടി വിനാഗിരി ഒഴിക്കാവുന്നതാണ്. മിക്സ് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് നമുക്ക് ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 30 മിനിറ്റ് ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രേയിൽ നമ്മൾ ആദ്യം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് സോഫ്റ്റ് ആക്കണം. നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മിക്സ്. കൂടുതലായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇത് ബീറ്ററൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊന്തി വരില്ല. സോ കുറച്ച് മിക്സ് ചെയ്താൽ മതിയാവും. സോ അതിനുള്ളിൽ എയർ ബബിൾസ് ഇടാൻ വേണ്ടി നമ്മളൊന്ന് കൊട്ടി കൊടുത്താൽ മതി. 3 തവണയായിട്ട് കൊട്ടി കൊടുക്കുക. നമ്മൾ കേക്ക് മിക്സ് നമ്മൾ ഓവനിലേക്ക് വെച്ചിട്ട് 30 മിനിറ്റ് കഴിയാണ്ട് ഓവൻ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അതുവരെയാണ് അതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ 1.5 കപ്പ് ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീമാണ്. അതിനുശേഷം അതിൽ നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ പോകണം. ഒന്ന് ബീറ്റായി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം. ബീറ്റ് ചെയ്ത് ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് പൊടിച്ച പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ബീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാവുമ്പോൾ നമുക്ക് നിർത്താം. അപ്പം അത്യാവശ്യം ആയിട്ടുണ്ട്. കേക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കേക്ക് എടുത്ത് നോക്കാം. ഇങ്ങനെ കുത്തി നോക്കാം. അപ്പോഴുള്ള ആയോ ഇല്ലേ അറിയാൻ പറ്റുക. നമ്മൾ അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ആഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ അതേപോലെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര പൗഡർ ഷുഗർ ആഡ് ചെയ്ത് അതിനുശേഷം അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ക്രീം ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്രീം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. എല്ലാം ഒരേ അളവിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അതിൽ കുറച്ച് ക്രീം ആക്കാം. അപ്പോൾ കേക്ക് നല്ല രീതിയിൽ അവിടെ ഇരിക്കും. അതിനുശേഷം നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ കേക്ക് എടുക്കാം. ഫസ്റ്റ് ലെയറാണ് നമ്മൾ എടുക്കുന്നത്. ഞങ്ങൾ പാകത്തിന് കളർ ആഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഒരു ഇളം കളർ കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൂടും കുറക്കും ചെയ്തു. പിന്നെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കളർ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ലെയർ ചെയ്ത് വെച്ച കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് നല്ല ഫ്ലഫി സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവർക്കും ഈക്വലായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രോബെറി ക്രഷാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രോബെറി ക്രഷ് നിർബന്ധമൊന്നുമില്ല. ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ സ്ക്വാഷാണ് സ്ട്രോബെറി സ്ക്വാഷായിട്ട് കിട്ടിയത്. ആ മിക്സാണിത്. ഇത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ക്രീം ചീസ് സ്പ്രെഡ് കേക്കിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ആക്കാം. അതെല്ലാത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യേണ്ടതുള്ളൂ. അതാണ് റെഡ് വെൽവെറ്റിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മിക്സാണത്, ചീസ് ക്രീം സ്പ്രെഡ്. അപ്പോൾ അതാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ
പൈപ്പിംഗ് ബാഗ് കൊണ്ടാണ് ചെയ്യാറ്. അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുന്നത്. അല്ലാത്തത് നൈഫ് കൊണ്ടും സ്പ്രെഡ് ചെയ്യാറുണ്ട്. നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അടുത്ത ലെയർ വെക്കാം. നമ്മൾ ക്രീം ചീസ് സ്പ്രെഡും വിപ്പിംഗ് ക്രീമിന് ശേഷം നമ്മൾ ലാസ്റ്റ് ലെയർ വെക്കാം. ഞങ്ങൾ ജസ്റ്റ് 2 ലെയർ ആക്കിയിട്ടുള്ള കേക്ക്. അപ്പോൾ അടുത്ത ലെയറും വെച്ചു. ലാസ്റ്റ് ലെയറാണ്. ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്ട്രോബെറി സ്ക്വാഷ് ആഡ് ചെയ്യാം. നമുക്ക് ക്രീം ചീസ് സ്പ്രെഡ് എല്ലായിടത്തും നന്നായിട്ട് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യാം. മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. നല്ല തിക്കായിട്ട് തന്നെ ആഡ് ചെയ്യണം. ഏകദേശം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് സ്പ്രെഡ് ചെയ്യണം. നമ്മൾ ക്രം കോട്ടിന് വേണ്ടിയിട്ട് കേക്കിൻ്റെ ഒരു ലെയർ മുറിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ ക്രംസ് ആയിട്ട് കിട്ടും. അതാണ് നമ്മൾ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അടുത്ത നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഡെക്കറേഷന് വേണ്ടി നമ്മൾ വളരെ സാഹസികമായിട്ടൊരു ലവ് ചിഹ്നമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്രംസ് ഇടാം. നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാണ്. നമ്മൾ ഡെക്കറേഷൻ ഒരു ഹാഫ് മാത്രമാണ് നമ്മൾ ക്രം കോട്ട് കൊണ്ട് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ക്രംസ് പതുക്കെ കോട്ട് ചെയ്യാം. നന്നായിട്ട് ഫോഴ്സ് കൊടുക്കാൻ പാടില്ല, ബിക്കോസ് ക്രീം കയ്യിൽ പോരും. സോ വളരെ ശ്രദ്ധിച്ച് വേണം കോട്ട് ചെയ്യാൻ.
സോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ വിജയകരമായിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും വരുന്നതാണ്. സോ ഇറ്റ്സ് സൈനിങ് ഓഫ്.